ഐഫോണും സ്പോർട്സ് ബൈക്കും ഇല്ലാതെ കേരളത്തിലെ ആൺപിള്ളേരുണ്ടോ? ഉണ്ടെങ്കിൽ അവരിൽ ഒരാളാണ് ഞാൻ. ഹലോ ഗായ്സ്, എൻ്റെ പേര് കൃഷ്ണ, ഒരു പാവം തിരുവനന്തപുരത്തുകാരൻ. ആനയ്ക്ക് തിടമ്പ് കിട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു ഭാരമാണേ പോലും ഭംഗിയായിട്ടേ കണക്കാക്കൂ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കൂ. ശരിക്കും അർഹിക്കുന്നതാണോ ലഭിക്കുന്നത്? ആനയ്ക്കായാലും മനുഷ്യനായാലും. കുഞ്ഞുനാൾ മുതൽ കണക്കിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 മാത്സ് കൊമേഴ്സ് എടുത്തു. എന്ന് മുതൽ സൈനും കോസും എൻ്റെ ജീവിതത്തിൽ വന്നോ അന്ന് മുതലാണ് എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റാൻ തുടങ്ങിയത്. തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കണമെന്ന വീട്ടുകാരുടെ ആഗ്രഹത്താൽ അങ്ങനെയും പോയി എൻ്റെ ഒരു വർഷം. വീണ്ടും ഒരു വർഷത്തെ വനവാസത്തിന് ശേഷം സ്പോർട്സ് കോട്ടയിൽ BA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസിൽ കോളേജിൽ പ്രവേശനം. ഇവിടെ മുതലാണ് എൻ്റെ ജീവിതം മാറിയത്. ആരൊക്കെ കൂടെ കാണുമെന്നും ജീവിതം എന്താണെന്നും ഇവിടെ നിന്ന് പഠിച്ചു. 2023 തന്നെ എക്സാം എഴുതി പാസ്സായിട്ടും യൂണിവേഴ്സിറ്റി എന്നോടുള്ള ഇഷ്ടം കാരണം വീണ്ടും എടുത്തു 2 വർഷം. ഈ 2 വർഷത്തിൽ പലരുടെയും കാലിൽ വരെ വീണു. അക്കരെ കടക്കാനും നിലനിൽപ്പിനും കാത്തിരിപ്പിനൊടുവിൽ വൈകി കിട്ടിയ പിടിവള്ളിയുമായി ഒരു 24 വയസ്സുകാരൻ ട്രൈ ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു ജോലി കിട്ടി. ഇതൊന്നും അവസാനമല്ലെന്നും ഇനിയും ഒരുപാട് വേഷം കെട്ടിയാടാനും ഇതെല്ലാം കണ്ടു നിൽക്കാനും ആൾ കൂടുമെന്നും എനിക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന പുഴയിലെ ഈ പാറകൾക്ക് ഇന്ന് കാണുന്ന ആകൃതിയിലേക്ക് എത്താൻ എത്ര നാൾ ഈ ജലത്തെ പ്രതിരോധിക്കേണ്ടി വന്നു എന്ന് പറയാൻ സാധിക്കുമോ? അതുപോലെയാണ് എൻ്റെ കാര്യം. ഞാൻ പ്രതീക്ഷിക്കുന്ന ആകൃതിയിലേക്ക് എത്താൻ ഇനിയും എന്തിനെല്ലാം പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ജീവിതം കരകയറ്റാൻ ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളും എൻ്റെ കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.